നീ പാപത്തിലേക്ക് പോയി ഇത് ആസ്വദിക്കാൻ പറയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് നഷ്ടമാകുകയാ. കർത്താവിന്റെ കാരണത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആലയത്തിലായിരിക്കുവാൻ ദൈവം ചൊരിഞ്ഞ ആ വലിയ കൃപയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിക്കുമ്പോൾ വചനം പറയുക 14-18 പറയും. യോഹന്നാൻ 14-18 നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് ആത്മാവിനെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. സങ്കീർത്തനം പറയുന്നത് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. ദൈവം കൂടെ വരണമെങ്കിൽ ഈ പള്ളിയിൽ ഈ ദേവാലയത്തിരിക്കുമ്പോൾ കർത്താവേ ആ വീസ ശരിയാകണേ, നല്ല പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരിക. കർത്താവിനെ ആവശ്യം, അവൻ നമുക്ക് മുമ്പേ പോകും. എന്റെ കൂടെയുള്ള തമ്പുരാൻ എന്റെ മുമ്പേ പോകും. എന്റെ മുമ്പേയുള്ള യേശു, എന്റെ കൂടെയുള്ള യേശു എന്റെ മുമ്പേ പോകും. തകർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നോക്കി അത് ഇങ്ങനെ ശരിയാക്കാം, അത് അങ്ങനെ ശരിയാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? തകർച്ചയുണ്ടാവുക. മക്കള് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചേ. നമ്മൾ സമ്പത്തിലേക്ക് നോക്കി അല്ല. ഒരു സഹോദരൻ വന്ന് എന്നോട് പറയുന്നത്, ഞാൻ എൻ്റെ ചേട്ടന് കുറച്ച് പൈസ ഇങ്ങനെ എന്തോ ഒരു ബിസിനസ് എന്തോ ആക്സിഡന്റ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വരും. ആ പൈസ സമ്പത്ത് കയ്യിൽ ചെന്ന് പെട്ടപ്പോൾ അത് തിരിച്ചു കിട്ടുന്നൊരു ചുമ്മാ തോന്നല് പിശാച് തോന്നിച്ചു. ആ രാത്രിയിൽ ഈ ചേട്ടനെ വിളിച്ചുണർത്തി ആ ചേട്ടന് ആവശ്യത്തിന് തെരുവ്, നല്ലതായിട്ട് തെരുവ്. ചേട്ടൻ അറിയോ? ചേട്ടന് അനിയനും ഈ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരാ. ചേട്ടന് കർത്താവ് കാരണമാണ് ചേട്ടനോട് ആ രാത്രി ആ പിറ്റേ ദിവസം രാവിലെ തന്നെ ചേട്ടൻ കൊടുക്കാനുള്ള കാശ് ചേട്ടൻ്റെ കയ്യിൽ കർത്താവ് കൊടുത്തു. എന്നിട്ട് ഈ അനിയന് ഭയങ്കര വിഷമമായി. വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു, അനിയൻ ചേട്ടനോട് കിട്ടുമെന്നൊരു സംശയം. ഞാൻ ഇവിടെ ഈ പള്ളി വിറ്റു വെച്ച് തന്നെ പറഞ്ഞു, സഹോദര നിന്റെ സഹോദരൻ തന്നെയായ സമ്പത്ത് വാങ്ങിച്ചെടുത്ത് അതുണ്ടാകുമ്പോൾ തരുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടി. കൊച്ചിനെ നേഴ്സിംഗിന് വീട്ടിലേക്ക് ആ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അതെടുത്തൊന്ന് മറച്ച് അദ്ദേഹം പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ കൂടെ തിരികെ 4 ദിവസം പറഞ്ഞ് തിരിച്ചു വന്നേക്കണമെന്ന് പറഞ്ഞു. പിശാചിന് ദുഷ്പ്രേരണ കൊടുത്ത് ഈ ചേട്ടനെ ആവശ്യത്തിന് മിച്ചം തെറി വിളിച്ചു. ഈ മിറ്റത്ത് വെച്ച് ഞാൻ പറഞ്ഞു, സഹോദര ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. ചിലപ്പോൾ ചില രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയേണ്ട കാശായിരിക്കും. അതുകൊണ്ട് അതിങ്ങനെ പോയപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദി പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രിയിൽ ഈ അനിയന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ICU കിടക്കുക. സഹോദരനെ വേദനയ്ക്ക് എന്താ സംഭവിക്കട്ടെ? നിശബ്ദനായിരിക്കും. കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ, ചില പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നതിന് വേണ്ടി, കൃപ തരാൻ വേണ്ടി, ഇരട്ടി അനുഗ്രഹം തരാൻ വേണ്ടി കർത്താവ് ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ ആ സഹനം ഉണ്ടാകുമ്പോൾ ആ സഹോദരനെ ചീത്ത വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ അഭിഷേകം നഷ്ടപ്പെടുക, കൃപ നഷ്ടപ്പെടുക. സഹോദരൻ എപ്പോൾ എങ്ങനെ ഉപദേശിക്കുന്ന കർത്താവ് പറഞ്ഞേ, പാപത്തിന്റെ വഴിയുടെ ആയിരിക്കുമ്പോൾ അവനെ വിളിച്ച് അവനെ ഉപദേശിക്കും. നീ ചെയ്ത തെറ്റാ, നീ തിന്മയെ പ്രവർത്തിക്കുന്നത്, നീ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പുരോഹിതനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ടും അവൻ നന്നായില്ലെങ്കിൽ അവനെ നീ വിജാതിയെ പോലെ കണ്ടേക്കാൻ ഇഷ്ടമാണ്. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഉളവാക്കുവാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി ഒരിക്കലും വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കർത്താവ് നമ്മുടെ അടുത്തേക്ക് ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടത്തില്ല. ചേട്ടൻ വേദനിപ്പിച്ച് അനിയൻ വേദനിപ്പിച്ചപ്പോൾ ചേട്ടനെ ദൈവം അനാഥനായിട്ട് വിട്ടു? ഒരിക്കലും അനാഥനായി വിട്ടില്ല. പ്രിയ ദൈവജനമേ, കൂടെ വസിക്കുക. എന്നോട് പറഞ്ഞ സഹോദരൻ പറഞ്ഞ്, ഞാൻ ഒന്നും വേണ്ടിയില്ല ബ്രദറെ, എല്ലാം കേട്ട് പറയാൻ പറ്റത്തില്ല, ബ്രദറിനോട് പറയാൻ പറ്റത്തില്ലാത്ത ഭാഷയിലാണ് ഈ സഹോദരൻ എന്നോട് പെരുമാറി. അപ്പൊ എന്താ ആ പെരുമാറ്റത്തിന്റെ ഉള്ളിലുള്ള സാധനം? ഈ ഉള്ളിലുള്ള ഈ ഹാർട്ട് അറ്റാക്കിന്റെ രോഗാരൂപിയാണ് ഈ സഹോദരനെതിരായിട്ട്. അപ്പൊ ഈ ചേട്ടൻ നിശബ്ദതയിൽ പ്രാർത്ഥിച്ചതിൽ രാവിലെ വിളിച്ചത്, ബ്രദറെ ആ സഹോദരന് വേണ്ടി കണ്ണുനീരൊഴുകി ദിവസനെ പ്രാർത്ഥിക്കണം, ഒരു കുഴപ്പവും ഉണ്ടാകരുത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ
ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കൂടെ വരിക. അനിയനാൽ പരീക്ഷിക്കപ്പെടുമ്പോഴും ചേട്ടൻ നിശബ്ദതയോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ച ആ സമ്പത്ത് ദൈവമായ കർത്താവ് കൊടുത്ത് ആ അനിയന്റെ പ്രശ്നത്തെ അവിടെ പരിഹരിക്കുക. പക്ഷെ ചേട്ടൻ ദേവാലയത്തിൽ ഇരിപ്പുണ്ട്, അനിയനോടെ കിടക്കുക ഹോസ്പിറ്റലിലായിരിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ ചേട്ടനെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഈ അനിയന് വേണ്ടി പ്രാർത്ഥിക്കുക. അനിയന്റെ ശരീരത്തിലുള്ള രോഗാരൂപിയാണ് ഈ ചേട്ടനെതിരായിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ ഈ ചേട്ടനിലോട്ട്, ഈ അനിയനിലേക്ക് കൃപ ചൊരിയപ്പെടുവാൻ ഈ ചേട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗം എങ്ങനെയുള്ള രോഗം? അത് ചീത്ത വിളിക്കുന്ന സാധനം, അത് കലഹം ഉണ്ടാക്കുന്ന സാധനം, അത് തെറി വിളിക്കുന്ന സാധനം. ഈ സാധനം ആ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഈ സഹോദരൻ ആത്മാവിനാൽ നിറയപ്പെടുക. കരമൊന്ന് ഉയർത്തി നമ്മുടെ വേദനിപ്പിച്ചവരൊന്ന് ഓർത്ത് കണ്ണുനീരൊഴുക്കി സഹായികളായ പരിശുദ്ധാത്മാവെ സഹായിക്കുവാൻ അവരിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയും ലോകത്തിലായിരിക്കുന്നവർക്ക് എന്നെ കാണാൻ സാധിക്കില്ല. അല്പസമയോടെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ പരിശുദ്ധ കുർബാനയായിട്ട് തീരുകയും അവൻ ബലിയായി തീരുകയ. ആ ബലിയർപ്പണത്തിലൂടെ രക്ഷ നേടുന്നത് കൊണ്ട് അവൻ അപ്പത്തിലേക്ക് കടന്നു വരാൻ പോവുക. അതുകൊണ്ട് അല്പസമയം കഴിഞ്ഞാൽ ലോകത്തിൽ എന്നെ കാണാൻ സാധിക്കത്തില്ല. ഒരു ലൗകിക മനുഷ്യന് പരിശുദ്ധ കുർബാനയിലുള്ള ദൈവ സാന്നിധ്യത്തെ കാണുവാൻ സാധിക്കത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഒരു ലൗകിക മനുഷ്യന് ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കത്തില്ല എന്ന് തിരുവചനം. ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി, ജീവിത വ്യഗ്രതയുള്ള ഒരു വ്യക്തി, ഒരു മദ്യപാനി, സുഖലോലുപതിനെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പരിപൂർണമായ സമർപ്പണത്തിലൂടെ മാത്രമേ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കണം. പിതാവിന്റെ ഹീനോത പിതാവ് പറഞ്ഞെന്താ? പുത്രൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്നവരെ നേടിയെടുക്കണം. അതാണ് ദൈവം കൊടുത്തിരിക്കുന്ന ആ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പക്ഷെ പുത്രൻ പ്രാർത്ഥിക്കുന്നത് ഇത് വെളിപ്പെടുകയാണ്, മനുഷ്യന്റെ പാപത്തെ വെളിപ്പെടുകയ. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ കാണി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുകയും ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിക്കുക. പാപത്തിന്റെ പടിക്കുടിയിൽ കിടക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിക്കുക. എനിക്ക് ദാഹിക്കുന്നു തമ്പുരാനേ, പിതാവായ ദൈവമേ എനിക്ക് ദാഹിക്കുക. അവനെയും അവളെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് ദാഹിക്കുന്നു എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച യേശുനാഥൻ കരമുയർത്തി ഒന്ന് വിളിക്കാമോ? നമുക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ വീണ്ടും പതിനെ അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കും, അതിനാൽ നിങ്ങളും ജീവിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഞാൻ നിങ്ങളുടെ ജീവിക്കും, പരിശുദ്ധ കുർബാനയിൽ ഞാൻ ജീവിക്കും, അപ്പോൾ നിങ്ങൾ എന്നിൽ ജീവിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. വചനം മുഴുവനും പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. മക്കളെ, യെശയ്യായുടെ നാവിലേക്ക് വെച്ചുകൊടുത്തത് പരിശുദ്ധ കുർബാനയാണ്. ജെറമിയ പ്രവാചകന്റെ നാവിലേക്ക് വെച്ചുകൊടുത്തത് ദൈവത്തിന്റെ വചനമാണ്. യേശുവാണ് നാവിലേക്ക് കടന്നു വന്നത്. പ്രവാചകന്മാർ മുഴുവൻ ഭക്ഷിച്ചത് ദൈവത്തിന്റെ വചനമാണ്. അപ്പസ്തലന്മാര് സ്വന്തമാക്കിയത് ദൈവത്തിന്റെ വചനമാണ്. പരിശുദ്ധ അമ്മയിൽ മാംസം ധരിച്ചത് ദൈവത്തിന്റെ വചനമാണ്. യേശുവാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. പരിശുദ്ധ കുർബാനയിലൂടെ ആ ദിവസം സ്വീകരിക്കുന്ന ആ ദിവസം ത്രിത്വിക ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവം നമ്മളിൽ വസിക്കുക, ത്രിത്വമാണ് വസിക്കുന്നത്. ആ ദിവസം ദിവ്യകാരുണ്യമായ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ? കാൽവരിയിലെ ആ ബലിയുടെ അനുസ്മരണത്തിൽ ആരൊക്കെയുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ ബലിയെ അനുസ്മരിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വസിക്കുമെന്ന് തിരുവചനം
പറഞ്ഞ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ദിവ്യകാരുണ്യമായി അപ്പത്തിന്റെ രൂപത്തില് നാഥനും രക്ഷകനുമായ ദൈവം, ത്രിത്വൈക ദൈവം എന്റെ ശരീരത്തിലേക്ക് വന്നു നിറഞ്ഞ് എന്റെ ശരീരത്തെ മഹത്വത്തിന്റെ ശരീരമാക്കി മാറ്റിയ ആ ദിവസമാണ് എന്റെ ജീവിതത്തിന്റെ സന്തോഷം നിറഞ്ഞ ദിവസം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? വിശുദ്ധ അൽഫോൻസാമയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവ സാന്നിധ്യത്തെ ആ വ്യക്തിക്ക് വെളിപ്പെട്ട് കിട്ടും. ഈ ലോക ജീവിതത്തില് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ ഒന്ന് കണ്ട് അനുഭവിച്ച് ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് കർത്താവിനോടുകൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വലിയ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കണ്ടേ. ഇവിടെ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഒരു ശ്വാസം അങ്ങോട്ട് വലിച്ചിട്ട് തമ്പുരാൻ ഇങ്ങോട്ട് വിട്ടില്ലെങ്കിലോ പ്രിയ ദൈവജനമേ, നമ്മൾ ഓരോരുത്തരും മരിച്ചു വീഴും. അവിടെ എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിന്റെ വ്യാമോഹങ്ങൾക്ക് വേണ്ടി വ്യഗ്രത കാണിച്ച് അതിനുവേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവിടുത്തെ രാജ്യനീതി അനുഷ്ഠിച്ച് സംഭവിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നത്. എന്തൊക്കെ ഈ ലോകത്തില് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ലഭിക്കണത് എങ്ങനെയായിരിക്കണം? നമ്മൾ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ദിവ്യകാരുണ്യ സാന്നിധ്യ ദൈവത്തിന്റെ സാന്നിധ്യത്തെ സ്വന്തമാക്കി അനുഭവിച്ച് ദൈവത്തിന്റെ മഹത്വമായി നാം രൂപാന്തരപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. കുർബാനയിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം. വേറെ എന്നെ കാണിച്ചാലും സംഭവിക്കത്തില്ല. എന്റെ ശരീരം വിശുദ്ധമാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്റെ ശരീരത്തെ പാപവും പാപബന്ധനങ്ങളും നീക്കിക്കളയണമെങ്കിൽ അത് പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം വെളിപ്പെടുന്നത് കൊണ്ട്, അത് ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് കൊണ്ട് ആ പാപവും പാപമാലിന്യങ്ങളും നീക്കിക്കളഞ്ഞത് ബലിപീഠത്തിൽ നിന്ന് കൊടികൊണ്ടെടുത്ത ദൈവ സാന്നിധ്യത്താല അത് പരിശുദ്ധ കുർബാനയിലെ മക്കളെ. ബലിപീഠത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ നാവിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പാപവും പാപമാലിന്യങ്ങളും നീക്കപ്പെടും. എപ്പോഴാ? യേശു അതിനു മുമ്പ് ഒരു ഉപസാരം നടത്തുന്നുണ്ട്. ഞാൻ അശുദ്ധമായ അധരമുള്ളവനാ, പാപം മ്ലേച്ഛത വിളിച്ചു പറയുന്ന വ്യക്തിയാണ്. ഇതിനുള്ളിൽ ഇരിപ്പുണ്ട്. നാവ് മ്ലേച്ഛതയ്ക്ക് തിന്മ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാവ് ഇതിനുള്ളിലുണ്ട്. മക്കള് പ്രാർത്ഥിച്ചേ. ആ ഒരു ബോധ്യം കിട്ടിയാലുള്ള ആ ബോധ്യം തരുന്ന ആരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഈ ബോധ്യം നമുക്ക് നൽകുമ്പോൾ, നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ആരോട് ചേരുകയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൽ കൂടെ വസിക്കുന്ന ഒരു അനുഭവം. അത് അക്രൈസ്തവയെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അക്രൈസ്തവയ സഹോദരി പറഞ്ഞു, എന്റെ കൂടെ തമ്പുരാൻ പോരെന്ന് എനിക്കറിയാം. ഈ ആലയത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ വന്നപ്പോൾ നിരവധിയായ അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ലഭിക്കുക. നിരവധിയായ അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ലഭിക്കുക. ആരുടെ കൂടെ വന്നപ്പോൾ? തമ്പുരാൻ എന്റെ കൂടെ വന്നപ്പോൾ, എന്റെ ദൈവം എന്റെ കൂടെ വന്നപ്പോൾ എനിക്കത് അനുഗ്രഹത്തിന് നിമിഷമായി തീരുക. ജോലി എന്റെ കൂടെ വന്നാൽ ഗുണാവോ? ഇന്റർവ്യൂ പാസ്സായി ശരിയാവോ? തമ്പുരാൻ എന്റെ കൂടെ വന്നാൽ, എന്നെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ട അപ്പത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ മഹത്വം എന്റെ കൂടെ വന്നാൽ ഞാൻ തീർച്ചയായും രക്ഷപ്പെട്ടു. ജോലി കിട്ടിയ രക്ഷയാണോ? സ്ഥലം വിട്ടുകിട്ടിയ രക്ഷയാണോ? ഒരിക്കലും രക്ഷപ്പെടത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വരുന്നത്. ദൈവം കൂടെ വരുമ്പോഴാണ് രക്ഷ അനുഭവം ഉണ്ടാകുന്നത്. കരമൊന്ന് ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവരെ പിതാവ് സ്നേഹിക്കും. പരിശുദ്ധ കുർബാനയാകുന്ന യേശുവിനെ സ്നേഹിക്കുന്നവരെ പിതാവായ ദൈവം സ്നേഹിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഞാനും അവനെ സ്നേഹിക്കും, എന്നെ അവന് വെളിപ്പെടുത്തി. യേശുവിനെ വെളിപ്പെടണമെങ്കിൽ കൽപ്പനയും പ്രമാണമൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചാല് അത് വിശുദ്ധർക്കുള്ളതാ. ബ്രദറെ, അങ്ങനെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുമോ? വിശുദ്ധയായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? കൽപ്പനകളും പ്രമാണങ്ങളും
വ്യക്തമായിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ദൈവ അനുഗ്രഹത്തിന്റെ പൂർണ്ണത ഈ ലോകത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. തോന്നിയവാസ ജീവിതം അവർ വഴിതെറ്റിപ്പോയി. യെശയ്യാ പറയുന്നു, യെശയ്യായോട് ദൈവം പറയുക, അവർ ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി. ആടുകളുടെ പ്രത്യേകത എന്താ? മുൾച്ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇലയൊക്കെ കണ്ടു, പച്ചയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാവിലെ കണ്ടു കഴിഞ്ഞാൽ അത് കൂട്ടമിട്ട് എങ്ങോട്ട് പോകും? ആ പ്ലാവിലയുടെ പിന്നാലെ പോകുന്ന പോലെ പാപം കാണുമ്പോൾ ഇസ്രായേൽ എങ്ങോട്ട് പോകും? പാപത്തിലേക്ക് പോകും. അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തി പാപത്തിന്റെ അടിമത്തത്തിലേക്ക് ഒരു കാരണവശാലും പോകും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് ഇച്ഛിക്കാത്തത് ചിന്തിച്ചു പോകുക, ഇച്ഛിക്കുന്നതല്ല ഇച്ഛിക്കാത്തത് മനസ്സിലേക്ക് കടന്നു വരിക. നിന്റെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. എന്റെ ഉള്ളിലൊരു മുള്ളുണ്ട്, ആ മുള്ളൊക്കെ എടുത്തു മാറ്റുകയാണെങ്കിൽ അത് ജഡികാസക്തിയായിരിക്കാം, അത് പാപത്തിന്റെ എന്തെങ്കിലും ബന്ധനങ്ങളായിരിക്കാം. പ്രിയ ദൈവജനമേ, ആ പാപത്തിന്റെ ബന്ധനത്തെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുന്നത്. മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന് വിശക്കുന്നുണ്ട്, അവന് വിശപ്പുണ്ട്. പ്രിയ ദൈവജനമേ, പരീക്ഷ കടന്നു വന്നപ്പോൾ അത് തിന്മയാണ്, തിന്മയെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവപുത്രൻ പറഞ്ഞത് വചനം ഉപയോഗിച്ചു. വചനം ഉപയോഗിച്ചപ്പോൾ സാത്താൻ വിട്ടുപോകുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അവൻ വെറും ഭക്ഷണം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനത്താലാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൈവത്തിലും ജീവിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന്റെ വചനത്താലാണ് ഓരോ മക്കളും ജീവിക്കുന്നതെന്ന് പുത്രനായ യേശു പറയാൻ പരാജയപ്പെടുത്തുക. തിന്മയുടെ സ്വാധീനങ്ങളെ അവിടുന്ന് പരാജയപ്പെടുത്തി, ജഡത്തിന്റെ മോഹത്തെ അവിടുന്ന് പരാജയപ്പെടുത്തുക. അല്ലാതെ ദൈവരാജ്യം കിട്ടത്തില്ല. 40 വർഷം 40 സംവത്സരം ഇവരെ എവിടെ പോയി മരുഭൂമിയിലൂടെ ഇസ്രായേലിൽ കടന്നു പോയ വേദനകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു. പരീക്ഷണം. പ്രിയപ്പെട്ടവരെ, പുത്രനായ